ഡോക്ടർ ഗൗരി, ഡയറക്ടർ പെത്തോളജിസ്റ്റ് ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ്. നമ്മുടെ കേരളം ഇന്ന് കുറേ കാര്യങ്ങളിൽ മുൻപന്തിയിലാണ് നിൽക്കുന്നത്, ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആരോഗ്യ മാപ്പിൽ കേരളം ഒന്നാം സ്ഥാനം നിൽക്കുന്നത് എന്തിലാണെന്ന് അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് ഡയബറ്റീസിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ഡയബറ്റീസ്? അതിന് കുറേ കാരണങ്ങളുണ്ട്. അതുമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളൊരു പേഷ്യൻ്റ് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിച്ചാൽ നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഡയബറ്റീസ് കുറയും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഉത്തരവാണ് വേണ്ടത്. പക്ഷേ ഒന്നും വലുതായിട്ട് കഴിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ചായയിൽ പലരും പറയാറുണ്ട്, ചായയിൽ പഞ്ചസാര ഇടാണ്ട് ഞാൻ കഴിക്കാറുണ്ട്, എൻ്റെ ഷുഗർ പക്ഷേ എന്നിട്ടും കുറയുന്നില്ല. പഞ്ചസാര മാത്രമല്ല ഇടാതിരിക്കണം, പാലും ഒഴിക്കാൻ പാടില്ല. കാരണം പാലിൽ പഞ്ചസാരയുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് പാലൊന്ന് കുടിച്ച് നോക്കൂ, അതിൽ നല്ല മധുരം തോന്നുന്നില്ലേ? അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയണതും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമാണ് കുറയ്ക്കേണ്ടത്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി. ഇഡ്ഡലി മാറ്റി ചപ്പാത്തി ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇഡ്ഡലി 4 കഴിക്കണ ആൾ ചപ്പാത്തി 4 കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇഡ്ഡലി ആയാലും ചപ്പാത്തി ആയാലും എന്നും കഴിക്കണതിനേക്കാളും അതിൻ്റെ പകുതി കഴിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡയറ്റീഷ്യനെ വേണമെങ്കിൽ കണ്ടുമുട്ടാം. ഡയറ്റീഷ്യൻസ് നമ്മളുടെ ലാബിൽ അവൈലബിളാണ്. 9:30 to 5:30 അവൈലബിളാണ്. ഡയബറ്റീസ് നന്നായി കുറയണം, മരുന്നിൻ്റെ കൂടെ എക്സസൈസിൻ്റെ കൂടെ ഭക്ഷണത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചിരിക്കണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പൊക്കിളിന് ചുറ്റും ഉള്ള ചുറ്റളവാണ്. ആണുങ്ങൾക്ക് 80 സെൻറ്റിമീറ്റർ കൂടുതൽ, 90 സെൻറ്റിമീറ്റർ കൂടുതലും, പെണ്ണുങ്ങൾക്ക് 80 സെൻറ്റിമീറ്റർ കൂടുതലും കൂടാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ വയറിൻ്റെ ചുറ്റുമാണ് അടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കളയണം. പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കൂ, എക്സസൈസ് ചെയ്യൂ, ഡയറ്റ് ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഡയറ്റ് കണ്ടുപിടിക്കാം, എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് അത് കഴിക്കാം. പിന്നെ നമ്മളുടെ ഭക്ഷണം കഴിക്കണതിന് തന്നെ ചോറ്, 1 കപ്പ് ചോറ് കഴിക്കുക. ചോറിൻ്റെ അളവിൽ കൂട്ടാനും ഉപ്പേരിയും കഴിക്കുക. നമ്മളെങ്ങനെയാണ് കഴിക്കുക? ചോറ് 3-4 സെർവിങ് എടുക്കും, ഉപ്പേരിയും കൂട്ടാനും ഒക്കെ കുറവായിരിക്കും. ഇത് റിവേഴ്സ് അല്ലെങ്കിൽ തിരിച്ച് ചെയ്യണം. ചോറ് കുറച്ചും കൂട്ടാനും ഉപ്പേരിയും കൂടുതൽ കഴിക്കാം. പാല് കുടിക്കണ്ട, അതിന് പകരം മോരും വെള്ളം കുടിക്കാം. ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നാണ് വേറൊരു സംശയം. ഒരു ഫ്രൂട്ടൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കഷ്ണം, ആപ്പിളിൻ്റെ ഒരു കഷ്ണം, മാങ്ങയുടെ സീസൺ ആകുമ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ചെനിങ്ങ മാങ്ങയൊക്കെ കഴിക്കുക. അതേമാതിരി ചക്കപ്പഴം കഴിക്കേണ്ട, ചക്ക ആസച്ച് കഴിക്കുക. ചക്കയുടെ കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ചക്കപ്പഴമൊക്കെ ആണെങ്കിൽ ഒരു 3-4 അല്ലികൾ കഴിക്കാം. മുന്തിരിങ്ങ ഭയങ്കര ഷുഗറുള്ളതാണ്, അത് കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിശ്ചയിക്കാം. ഇതിൻ്റെ കൂടെ ഡയബറ്റിക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ വേറൊരു സമയത്ത് പറയാം. ഹെൽത്ത് ചെക്കപ്പ് ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ഡയബറ്റിക് പാക്കേജ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു ഡയറ്റീഷ്യൻ്റെ സേവനവും റെഗുലറായിട്ട് എക്സസൈസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാരണ ആൾക്കാരെ മാതിരി തന്നെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.